This movie platform is a whole new experience for me. Me and Unni had lot of fun while shooting. We made many memories. Like Unni said that we should always eat healthy, and then he invited me to his caravan, and he was eating chocolate. I also gave him a Batman collectible as a gift. Also, like, then best wishes to the movie. Hope you all watch the movie. Tell them who's the naughtiest of us. I mean, who's more naughtier than? Ryan പറയുന്ന ഉണ്ണി യു ആർ വെരി നോട്ടി. അതായത് ഒരു 10 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. അപ്പോൾ ഞാൻ റയാൻ പ്ലീസ്, ഈസ് വെരി സ്മാർട്ട്. ഭയങ്കര ഞങ്ങൾക്ക് ഇവൻ ഇൻവോൾവ് ആയിട്ട് അവസരം പറഞ്ഞു, വൈ യു ടേക്കിംഗ് ലൈക്ക് ദിസ്? ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് മറ്റേ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് ദാറ്റ് റിയാക്ഷൻ. ആഫ്റ്റർ ദാറ്റ് റിയാക്ഷൻ യു ഫിനിഷ് ദ സീൻ. അപ്പൊ ഞാൻ ചെയ്തു, യെസ് ഈസ് ദാറ്റ് ക്വിക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഇത് കണ്ടിട്ട് അപ്പൊ എന്നോട് പറയാ, ഐ വാണ്ട് ടു സീരിയസ്ലി ടെൽ സംതിങ്. ഞാൻ യെസ് ഞാൻ പറയും, യു ആർ ബേസിക്കലി എ വെരി നോട്ടി ഗൈ. അപ്പൊ ഞാൻ പറഞ്ഞു യെസ്. ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ്. ഞാൻ റയാൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഐ മിസ്ഡ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. അപ്പോൾ അഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മിടുക്കനായ മോനാണ്. നിങ്ങൾക്ക് കുറച്ച് ഇത്ര ഇന്ററാക്ഷൻ മനസ്സിലായി കാണും. സോ ഇവന്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ്. So wish you all the very best and thank you for coming down, flying all the way from Bangalore. Also, the food was very nice in the hotel. This hotel or the other one? The one that we were staying while shooting. Nice. Okay. അതെ, അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലോ എന്ന് ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നു, എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നുള്ളത്. പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു, അതിൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ രഞ്ജിത്ത് വിളിച്ചു, ക്രിമിനൽ ലോയറാണെന്ന് പറഞ്ഞപ്പം യെസ്, ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഗ്ലിസറിൻ വേണ്ട എന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല, അന്ന് അങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അങ്ങനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന, ആസ് വി മെച്യൂർ ഇൻ ലൈഫ്, കുറച്ചും കൂടെ നമുക്ക് ചോയ്സ്, നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എവറിഥിങ് ഫെൽ ഇൻ പ്ലേസ് ആ ഒരു കറക്റ്റ് ടൈമിൽ. സമയപരിധി കൊണ്ട് നമുക്ക് പ്രസ് മീറ്റ് ഒരുപാട് ഇന്റർവ്യൂസ്. ബോഡി ബിൽഡേഴ്സിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സിലാണ്. അപ്പോ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ണിമോദന പുകഴ്ത്തുമ്പോൾ ഉണ്ണിമോദൻ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ, ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി.
കുട്ടികൾ എന്നൊക്കെ ഒരു concept. അങ്ങനത്തെ കഥ തമിഴ് ചെയ്യുന്ന പോലത്തെ കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതോ ഇപ്പോൾ തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത്. കാരണം തമിഴിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് വില്ലൻ, ഒരു ക്രിമിനൽ ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില്. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസ് ആയതും ഇപ്പൊ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് ഒരു വേഴ്സറ്റാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ബാക്കി നമുക്ക് സക്സസ് മീറ്റിൽ കാണാം.